ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ജൂലിക്കുട്ടിയുടെ വീഡിയോ ആണ്. അപ്പോൾ കുറച്ച് നാളത്തെ കാത്തിരിപ്പിന് ശേഷം നമ്മുടെ ജൂലിക്കുട്ടിയുടെ രോമമൊക്കെ വളർന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ജൂലിക്കുട്ടി വന്നതാ ഇവിടെ കിച്ചൻ്റെ അടുത്തായിട്ട് വന്ന് കിടപ്പുണ്ട്. അപ്പോഴത്തേനുതാണ്ട് അവളൊരു കുഞ്ഞു പാവയും കൊണ്ട് അവൾ അവിടെ കിടന്ന് കളിക്കുകയാണ്. അപ്പോൾ പാവ എവിടുന്നാണ് കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അണ്ണാണൻ്റെ ഒരു പാവയാണ് ജൂലിക്കുട്ടി കൊണ്ട് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ ജൂലിക്കുട്ടിയുടെ പാവയൊക്കെ ജൂലിക്കുട്ടി കടിച്ച് നശിപ്പിച്ച് കുളമാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെതാ ജൂലിക്കുട്ടി ആ പാവയെ വെച്ച് കളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്തോ ഒരു സംതിങ് മിസ്റ്റേക്ക്, ജൂലിക്കുട്ടി അങ്ങോട്ട് ഓടിപ്പോയപ്പോഴുണ്ടല്ലോ ഒരു വലിയൊരു വണ്ടിനെ കണ്ടപ്പോഴത്തേനും ജൂലിക്കുട്ടി അവിടെ നിന്ന് അതിനെ കടിച്ച് കൊല്ലാൻ നോക്കുകയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ ജൂലിക്കുട്ടിയെക്കാളും പേടിയാണ് കേട്ടോ അത് കണ്ടപ്പോഴത്തേന്. അപ്പോൾ ജൂലിക്കുട്ടി അതിനെ തട്ടി മാറ്റുന്നുണ്ട്. പക്ഷെ ആ വണ്ട് ജൂലിക്കുട്ടി എന്തെങ്കിലും ചെയ്താലോ, ജൂലിക്കുട്ടി ആ വണ്ടിനെ എന്തെങ്കിലും ചെയ്താലോ? ഞാൻ മാറി നിന്ന് നോക്കി. എനിക്ക് അടുത്തോട്ട് പോകാൻ പേടിയാണ് കേട്ടോ. എന്നെക്കാളും പേടിയാണ് ജൂലിക്കുട്ടിക്കാണെന്ന് തോന്നുന്നു. അണ്ണാണനും ചേച്ചിപ്പെണ്ണും പിന്നെ ഈ അടുക്കത്തേയില്ല. അപ്പോൾ കുറേ നേരം ജൂലിക്കുട്ടി അതിനെ തന്നെ ഇട്ട് തട്ടുന്നുണ്ട്. എങ്ങനെയാണ് അതൊന്ന് പുറത്തോട്ട് എടുത്ത് കളയുക? ഇങ്ങനെ ഞാൻ ആലോചിച്ച് നോക്കി. ഒത്തിരി നേരം നോക്കിയിട്ടും ജൂലിക്കുട്ടി അതിനെ വിടുന്ന ഒരു ലക്ഷണവും ഇല്ല. രണ്ടുപേരും കൂടെ ഭയങ്കര ബഹളം. ജൂലിക്കുട്ടാന്ന് വിളിച്ചപ്പോഴത്തേനും ജൂലിക്കുട്ടി തിരിഞ്ഞൊന്ന് നോക്കുകയും പിന്നെയും തട്ടുന്നുണ്ട്. പിന്നെ ആ വണ്ടിനെ ഇട്ട് തട്ടി അതിനെ വെളിയിൽ കൊണ്ട് കളഞ്ഞ് എന്തുവായാലും അവൾ. അത് കഴിഞ്ഞുണ്ടല്ലോ ജൂലിക്കുഞ്ഞ് ഇങ്ങോട്ട് നടന്ന് വന്നപ്പോഴത്തേന് ജൂലിക്കുട്ടിയുടെ അണ്ണാണനുണ്ടല്ലോ അവിടെ മേലെ കയറി ഇരിപ്പുണ്ട്. അപ്പോൾ അണ്ണാണൻ്റെ അടുത്ത് ജൂലിക്കുട്ടി ചെന്ന് പറഞ്ഞു, അണ്ണാണാ എനിക്കൊരു പാവയെ തരുമോ? അണ്ണാണൻ കേട്ട ലക്ഷണമില്ല. അണ്ണാണൻ കൊടുത്തില്ല കേട്ടോ. വീണ്ടും ജൂലിക്കുട്ടി വന്ന് എൻ്റെ അടുത്ത് പരാതി പറഞ്ഞ് അണ്ണാണൻ എനിക്ക് പാവയെ തന്നില്ല കേട്ടോ. അങ്ങനെ അത് ആ ജൂലിക്കുട്ടി വിഷമിച്ച് അവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവിടെ കയറി ഇരിക്കുക. കുറേ നേരം ആലോചിച്ചിരുന്ന് പരാതിയെല്ലാം പറഞ്ഞ്. അപ്പോൾ അണ്ണാണൻ അവിടെ എണീച്ച് നിന്ന് നോക്കിയിട്ട് പറഞ്ഞ്, ജൂലിക്കുട്ടി നീ വന്ന് പാവ എടുത്തോന്ന് പറഞ്ഞിട്ട് അവിടെ പോയി. കാരണം എന്താണെന്നറിയാമോ? ആദ്യം അവൾ ചോദിച്ചില്ലായിരുന്നോ കളിക്കാൻ പാവയെ തരുമോന്ന്? എന്നിട്ട് കൊടുത്തില്ലല്ലോ. അതുകൊണ്ട് എന്നിട്ടുണ്ടല്ലോ അണ്ണാണനാണെങ്കിൽ ബുച്ചിപ്പാവയെ എടുത്ത് കൊടുത്തു നോക്കി. എന്നിട്ട് ബുച്ചിപ്പാവയെ കണ്ടിട്ട് ജൂലി ഒന്ന് തിരിഞ്ഞു നോക്കി. എന്നിട്ട് ഒരു മൈൻഡ് ഇല്ലാത്ത കണക്കിരിക്കുമോ. അണ്ണാണ്ടൻ്റെ ബുച്ചിപ്പാവ എനിക്ക് വേണ്ട. അപ്പോൾ അണ്ണാണൻ കൊണ്ടുവന്ന് ബുച്ചിപ്പാവയെ അടുത്ത് വെച്ച് കൊടുത്ത്. എങ്കിലെങ്കിലും ജൂലിക്കുട്ടി ഒന്ന് എടുക്കുക എന്ന് പറഞ്ഞ്, ഇല്ല അണ്ണാണ ഞാൻ എടുക്കൂല, എൻ്റെ അടുത്ത് ഒന്ന് തരാൻ പറഞ്ഞിട്ട് തന്നില്ലല്ലോ. അപ്പോൾ അണ്ണാണനുണ്ടല്ലോ സ്റ്റേറിൽ പോയി ഇരുന്ന്. അപ്പോൾ ജൂലിക്കുട്ടി നോക്കിക്കൊണ്ട് എന്നിട്ട് അണ്ണാണൻ ബുച്ചിപ്പാവയും കൊണ്ട് മേളിലോട്ട് ഒന്ന് കയറിപ്പോയി. ഇല്ല ഞാൻ വരില്ല, എനിക്ക് ബുച്ചിപ്പാവയെ വേണ്ട, ഞാൻ വരില്ല, എന്ത് പറഞ്ഞാലും ഞാൻ വരില്ല. അങ്ങനെ അണ്ണാണൻ ആ പാവയെ എടുത്ത് തറയിലിട്ട് നോക്കി. എന്നിട്ടും യാതൊരുവിധ റെസ്പോൺസും ഇല്ല. അപ്പോഴത്തേന് അണ്ണാണൻ സ്റ്റേറിൽ കയറി നിന്ന് മേളിലോട്ട് ഇട്ട് കൊടുത്തപ്പോൾ ജൂലിക്കുട്ടി പോയി ബുച്ചിയുടെ അടുത്ത് വരെ പോയിട്ട് തിരിച്ചിറങ്ങി വന്ന്, ഇല്ല ഞാൻ എടുക്കത്തില്ല, ഞാൻ ഇറങ്ങി പോവാം എന്നും പറഞ്ഞ് അവൾ ഇറങ്ങി പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ അണ്ണാണനാണെങ്കിൽ എടുത്ത് താഴോട്ട് ഇട്ട് കൊടുത്തപ്പോൾ അവളുടെ പാവ എടുത്ത് വെച്ച് കളിക്കുക അല്ലാതെ ബുച്ചിപ്പാവ എടുക്കാനോ പോയില്ല. അണ്ണാണൻ്റെ പാവ എനിക്ക് വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ അവൾ ഇങ്ങനെ അവളുടെ കുഞ്ഞു പാവയെ വെച്ച് കളിച്ചുകൊണ്ട് ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുക, എന്തോ ഒരു ശബ്ദം പുറത്ത് കേൾക്കുന്നുണ്ട്. അപ്പോൾ പൂച്ച കരഞ്ഞതാണെന്ന് തോന്നുന്നു. ഞാൻ എഴുന്നേറ്റ് പോകണോ? എനിക്ക് വയ്യ എഴുന്നേറ്റ് പോവാം. അപ്പോഴാണ് പാവ എടുത്ത് താഴോട്ട് ഇട്ടപ്പോഴത്തേന് പിന്നെ അങ്ങോട്ട് കളിക്കാൻ തുടങ്ങി. പിന്നെ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. രാവിലെ ആയപ്പോൾ ഇങ്ങനെ വന്ന് അതൊക്കെ കുത്തിയിരിക്കുകയാണ്. എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നേ? ആരും ഇവിടെ കാണുന്നില്ലല്ലോ. അണ്ണാണനും ചേച്ചിപ്പെണ്ണ് സ്കൂളിൽ പോയില്ലേ? ഇനി ഞാൻ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. അങ്ങനെ ഞാൻ ആലോചിച്ച് വിഷമിച്ചിരിക്കുവാണേ. അപ്പോഴത്തേനും ഞാനുണ്ടല്ലോ ഈ ജൂലിക്കുട്ടിയുടെ ഒരു ഇച്ചിരി ലൈവ് വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മച്ചി എടുത്തോ, എൻ്റെ വീഡിയോ ഒക്കെ എടുത്തോ എന്നും പറഞ്ഞ് ഇവിടെ തന്നെ ഇരുന്ന് തരുക. എന്നിട്ട് അവൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പോകുന്നില്ല. അവിടെ ഒറ്റ ഇരിപ്പങ്ങ് ഇരിക്കുക. എന്തോ ആലോചിച്ചിരിക്കുന്ന കണക്കാണ് ഇരിക്കുന്നത്. ചില സമയത്തുണ്ടല്ലോ ജൂലിക്കുട്ടി ഇങ്ങനാണേ, ഒന്നും അനങ്ങാതെ അങ്ങ് ആലോചിച്ചിട്ട് ഇങ്ങനെ ഇരിക്കും. എന്തൊക്കെയോ പറയുന്നുണ്ട് മനസ്സിൽ. അത് കഴിഞ്ഞുണ്ടല്ലോ
ഞാൻ അന്നേരം ചോദിച്ചു എന്തിനാ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴത്തേനും ഓടി വന്നിട്ട് അവളൊരു പാവ എടുത്തുകൊണ്ട് പോയി കേട്ടോ. പാവ എടുത്തുകൊണ്ട് വെളിയിൽ മുറ്റത്ത് കിടന്ന് പാവയെ കൊണ്ട് കിടന്ന് കളിച്ചപ്പോൾ ഞാൻ വഴക്ക് പറഞ്ഞു കേട്ടോ, എന്തിനാ ജൂലിക്കുട്ടി നീ മണ്ണിൽ കളിക്കുന്നത്? അങ്ങനെ വീണ്ടും അവൾ പോയി കുത്തിയിരിക്കുവാണേ, അവിടെ പോയി കുത്തിയിരിക്കുക. എന്നെ എന്തിനാ വഴക്ക് പറയുന്നത്? എന്നെ കളിക്കാൻ അങ്ങോട്ടും ഇങ്ങോട്ടും വിടത്തില്ലല്ലോ, ഇനി ഞാൻ കളിക്കുന്നില്ല എന്നും പറഞ്ഞ് എൻ്റെ അടുത്ത് ഇങ്ങനെ വിഷമിച്ച് നോക്കിയിട്ട് അവിടെ ഇരിക്കുവാണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.